എന്നിട്ട് ആത്മാവിനെ അളവ് കൂടാതല്ലേ കൊടുക്കുന്നത്. സകലവും അവന്റെ കയ്യിൽ കൊടുത്തു വിളിക്കുക. പിതാവായ ദൈവം സകല അധികാരങ്ങളും ആർക്ക് കൊടുത്തിരിക്കുന്നു? പുത്രന് കൊടുത്തിരിക്കുന്നു. അങ്ങനെ പുത്രനെ നിഷേധിക്കുന്നവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ? പുത്രന്റെ കൽപ്പന നിഷേധിക്കുന്നവർക്ക് ദൈവത്തിന്റെ അടുത്ത് ചെല്ലാൻ പറ്റും. കാരണം ദൈവം ഇവിടെ ആരെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. അപ്പം സാറിന് ഇപ്പം അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത്. അതായത് സാറ് ദൈവത്തോട് എന്തൊക്കെ പറഞ്ഞാലും ദൈവം അതിനെ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ പറയാം എൻ്റെ പുത്രൻ്റെ അടുത്തേക്ക്, കാരണം അധികാരം അവനെ കൈമാറ്റം ചെയ്ത അവൻ തരാൻ പറഞ്ഞാൽ ഞാൻ തരാം. ഇപ്പൊ നോക്കിയേ, യേശുക്രിസ്തു പിതാവിനോട് പറയാണ് ഇന്ന വീട്ടിലെ ഇന്ന സാറിന് ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറയാതെ ദൈവം തരുത്തില്ല സാറേ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ അംഗീകരിക്കാൻ ആർക്കും ദൈവത്തിൽ നിന്നൊന്നും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഈ സമ്പത്ത് ദൈവത്തിന്റെ വാഗ്ദത്തമല്ല. ഇതെല്ലാം ഉണ്ട്. ദുഷ്ടന്റെ പേര് നല്ല മഴ പെയ്യുന്ന പോലെ മഴ പെയ്യുമ്പം ഇപ്പം സാർ ഒരു കൊലപാതക ഇവിടെ മഴ പെയ്യേണ്ട സാറ് പറയുമോ? സാറ് കൊലപാതകയാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ നല്ല വിശുദ്ധനായിട്ട് നടക്കുക, അപ്പൊ എനിക്ക് വേണ്ടി മാത്രമാണ് ദൈവം മഴ പെയ്യുന്നത്? അല്ല, എല്ലാവർക്കും വേണ്ടി മഴ പെയ്യുന്ന പോലെ ഭൂമിയിലെ നന്മ എല്ലാവർക്കും ഉള്ളത്. എന്നിട്ടാണ് പറഞ്ഞത് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ അതോടെ കൂട്ടി വയ്ക്കണം ഉണ്ട്. അപ്പൊ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? അപ്പൊ പുത്രനിൽ എന്തിനു വേണ്ടിയിട്ടാണ് വിശ്വസിക്കേണ്ടത്? നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പാപമോചനത്തിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു വിശ്വസിക്കേണ്ടത്.